സാപ്പിയൻസ് മനുഷ്യരാശിയെക്കുറിച്ചൊരു ലഘുചരിത്രം. പുരുഷാധിപത്യത്തിൻ്റെ ജീനുകൾ. ജീവശാസ്ത്രപരമായ മൂന്നാമത്തെ വിശദീകരണം ഹിംസയ്ക്കും അന്ധമായ പേശീബലത്തിനും വലിയ പ്രാധാന്യം നൽകുന്നില്ല. ദശലക്ഷക്കണക്കായ വർഷങ്ങളിലൂടെ കടന്നുപോന്ന പരിണാമവഴിയിൽ പുരുഷനും സ്ത്രീയും വ്യതിരിക്തങ്ങളായ അതിജീവനപരവും പ്രത്യുൽപാദനപരവുമായ കഴിവുകൾ വികസിപ്പിച്ചതിൻ്റെ പ്രാധാന്യം അടിസ്ഥാനപരമാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നു. ഋതുമതികളായ സ്ത്രീകളെ ഗർഭിണിയാക്കാനുള്ള അവസരത്തിനായി പുരുഷന്മാർ പരസ്പരം മത്സരിച്ചപ്പോൾ വിജയം കണ്ടെത്തിയത് മറ്റു പുരുഷന്മാരെ നേരിടാനും പരാജയപ്പെടുത്താനും ശേഷിയുള്ളവരായിരുന്നു. കാലം കടന്നുപോകെ അടുത്ത തലമുറയിലേക്ക് സ്വന്തം ജീനുകളെ കടത്തിവിടാൻ കഴിഞ്ഞവർ തീവ്രമായ ഉത്കർഷത്തെയും ആക്രമണോത്സുകതയും മത്സരക്ഷമതയും ഒരുപോലെ ഉള്ളവരായിരുന്നു. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇണചേർന്ന് തന്നിൽ പ്രത്യുൽപാദനം നടത്താൻ സന്നദ്ധതയുള്ള ഒരു പുരുഷനെ കണ്ടെത്തുക ഒട്ടും പ്രയാസകരമല്ലായിരുന്നു. എന്നാൽ തൻ്റെ മക്കൾ അടുത്ത തലമുറയെ സൃഷ്ടിക്കാൻ പ്രാപ്തിയുള്ളവർ ആകണമെങ്കിൽ കുഞ്ഞിനെ 9 മാസം ക്ലേശങ്ങൾ സഹിച്ച് ഉദരത്തിൽ വഹിച്ച് പ്രസവിക്കുകയും വർഷങ്ങളോളം പരിചരിച്ച് കുഞ്ഞിനെ വളർത്തിയെടുക്കുകയും ചെയ്യണമായിരുന്നു. ഈ കാലയളവിൽ തീറ്റ തേടാൻ സമയം ലഭിക്കില്ലെന്ന് മാത്രമല്ല, ശിശുപരിപാലനത്തിനായി പരസഹായം ആവശ്യമായിരുന്നു. പുരുഷനെ ഒപ്പം കൂടാതെ ഇതൊന്നും സാധ്യമല്ലായിരുന്നു. കുട്ടികളെയും